ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ അതിന് ഞാൻ എല്ലാവർക്കും മറുപടി പറയുക അത് ശരിയായ നടപടിയല്ല. അത് പാർട്ടി കോറങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതാണ്. KPCCക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഏത് രീതിയിലാണ് വരേണ്ടതെന്നുള്ളൊരു മാർഗനിർദ്ദേശമുണ്ട്. ആ മാർഗനിർദ്ദേശം 100% പാലിക്കപ്പെട്ടിട്ടാണ് കൊച്ചി മേയറെയും ഡെപ്യൂട്ടി മേയറെയും തിരഞ്ഞെടുത്തിട്ടുള്ളത്. എക്കാലത്തും അങ്ങനെയാണ്. കൊച്ചിയിൽ അത് 2010-ലും അതിനുശേഷവും ഒക്കെ ആ രീതിയിലാണ് മേയറെയും ഡെപ്യൂട്ടി മേയറെയും എല്ലാം തിരഞ്ഞെടുത്തത്. അന്നെല്ലാം ഇത്തരത്തിലുള്ള പരാതികളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു അസ്വാഭാവികതയില്ല. ആ രീതിയിൽ KPCCയുടെ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് കൂട്ടായ നേതൃത്വമാണ് തീരുമാനമെടുക്കുക. അത് പ്രഖ്യാപിക്കുന്ന ജോലി മാത്രമാണ് DCC പ്രസിഡന്റിനുള്ളൂ. എല്ലാ നേതാക്കന്മാരും കൂട്ടായി എടുത്ത തീരുമാനമാണ്. അത് അറിയിക്കുക DCC പ്രസിഡന്റാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പ്രസിഡന്റ് മാത്രം ഇപ്പോൾ കുറ്റക്കാരനായോ? അല്ല, സ്വാഭാവികമായും നേതാക്കന്മാരെല്ലാവരും കൂട്ടായ തീരുമാനമാണ്. അതെല്ലാവർക്കും അറിയാം. പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ അതിന് ഞാൻ എല്ലാവർക്കും മറുപടി പറയുക അത് ശരിയായ നടപടിയല്ല. അത് പാർട്ടി കോറങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അത് പൊതുവേദികളിൽ ഒരിക്കലും അത്തരത്തിൽ ചർച്ച ചെയ്ത് ഈ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ശോഭ കെടുത്താനോ അല്ലെങ്കിൽ അതിനുവേണ്ടി കഠിനാധ്വാനം നടത്തി രാപകലില്ലാതെ കഴിഞ്ഞ 1.5 വർഷക്കാലമായി മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തി വലിയ വിജയങ്ങൾ നേടിയ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ അതിനുവേണ്ടി കഠിനാധ്വാനം നടത്തിയ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തകരെ വേദനിപ്പിക്കാനൊന്നും ഞങ്ങൾ ആരും തയ്യാറല്ല. അതൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടിയുടെ യോഗങ്ങളിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്ന്. അതെല്ലാവരും പാലിക്കപ്പെടണമെന്നുള്ളതാണ് DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെടുന്നതും ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതും എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു തരത്തിൽ മറ്റൊരു പ്രചരണം നടക്കുന്നത് സഭാ നേതൃത്വം കോൺഗ്രസ്സിന് സ്ഥാനമാനങ്ങൾ വീതം വയ്ക്കുന്നതിൽ അവർ ആവശ്യപ്പെടും. ഒരു സഭയും ഒരു സഭാ നേതൃത്വവും എന്നോടോ അല്ലെങ്കിൽ നേതൃത്വത്തോടോ ഒരാളോടും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു വ്യാപകമായ ഒരു വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. ദയവ് ചെയ്ത് അതൊന്ന് അവസാനിപ്പിക്കണം. കോൺഗ്രസ് പാർട്ടി പദവികളും അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന കാര്യങ്ങളും തീരുമാനിക്കുന്നത് കോൺഗ്രസും UDF-ഉം ആണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനം എടുക്കുന്നത് പാർട്ടിയാണ്, അതല്ലാതെ മറ്റാരുമല്ല. വെറുതെ ആവശ്യമില്ലാതെ അവരെ ഒന്നും ഇതിനകത്തേക്ക് വലിച്ചഴക്കേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരു പ്രചരണം കൂടി മാധ്യമങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ അല്ലല്ലോ പാർട്ടി തീരുമാനങ്ങളെടുക്കാൻ പ്രേരകമാകുന്ന ഘടകമെന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ആണോ? അല്ലല്ലോ. സോഷ്യൽ മീഡിയയിലുള്ള തീരുമാനങ്ങളുമല്ല. അത് പാർട്ടി എടുക്കുന്ന തീരുമാനം പാർട്ടി നേതാക്കന്മാർ കൂട്ടായി എടുക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം നടക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തീരുമാനം എടുക്കണമെന്നൊക്കെ ആരെങ്കിലും തീരുമാനിച്ചാൽ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയുക? സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളും BJP-ക്കാരായിട്ടുള്ള ആളുകളും നടത്തുന്ന ഒരു വലിയ വ്യാജ പ്രചരണമുണ്ട്. ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റുകളിൽ എടുത്ത് നോക്കുമ്പോൾ കോൺഗ്രസിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒക്കെ എതിരായിട്ടുള്ള പ്രചരണം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളാണ്, ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകളാണ്. പെയ്ഡ് ന്യൂസാണ് ഇതെല്ലാം നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഒരു സമയത്തും തീരുമാനമെടുക്കാനൊന്നും പറ്റത്തില്ല. പാർട്ടി നേതൃത്വവും പാർട്ടി നേതാക്കന്മാരും ഒരുമിച്ച് കൂടിയാണ് തീരുമാനമെടുക്കുക. ആ തീരുമാനം ഫലപ്രദമായി നടപ്പിലാകും. വരുന്ന 5 വർഷക്കാലം കൊച്ചി നഗരസഭയുടെ ഭരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഈ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾക്ക് പ്രധാനമായും പരിഹാരമുണ്ടാകുക എന്നുള്ളതാണ്. അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകൾ അത് കൃത്യമായ പ്രവർത്തനം നടത്തണം. അതിൻ്റെ പുറകെ പാർട്ടി ഉണ്ടാകും. അത് കൃത്യമായി ഞങ്ങൾ മോണിറ്റർ ചെയ്യും. അതിന് കൃത്യമായി പാർലമെൻ്ററി പാർട്ടിയും കൃത്യമായി പാർട്ടി നേതൃത്വവും അതിൻ്റെ പുറകെ ഉണ്ടാകും. ആ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നൽകിയ ഈ വലിയ അംഗീകാരത്തിന് തീർച്ചയായും ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനമായിരിക്കും ഞങ്ങൾ നടത്തുക.